നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ചാൽ തെരഞ്ഞെടുപ്പിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം. പാമ്പാടി പഞ്ചായത്ത് 6-ാം വാർഡിലെ റോഡ് തകർന്നു. നിവേദനം നൽകി സഹികെട്ട് നാട്ടുകാർ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ച പൈതൃക റെസിഡൻസ് അസോസിയേഷൻ. കോട്ടയം നഗരസഭയിൽ പെൻഷൻ വിതരണത്തിൽ വലിയ തട്ടിപ്പ് നടന്നെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. അഖിൽ സി വർഗീസ് തട്ടിച്ചത് 2.25 കോടിയോളം രൂപ. ദേവസ്വം ക്ഷേത്രങ്ങളിലെ അഴിമതിക്കെതിരെ ഹിന്ദു ഐക്യവേദി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണം. വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച്. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായത്തോടും സഹായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായ അനീതി തിരിച്ചറിയാനും പ്രതികരിക്കാനും കത്തോലിക്ക സഭയ്ക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. സമുദായത്തോടുള്ള അവഗണനയ്ക്ക് മറുപടി നൽകാനുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് അടുത്തു വരുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന പതിവ് സഭയ്ക്കില്ല. തങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ തിരിച്ചറിയാനുള്ള ബുദ്ധി കത്തോലിക്കർക്ക് ഉണ്ടെന്നും മാർ തട്ടിൽ പറഞ്ഞു. തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള മറ്റു സമുദായങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ ഞങ്ങൾ കഴിവില്ലാത്തത് കൊണ്ടും പിടിച്ചു വാങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അതൊക്കെ തിരുത്താനായിട്ട് നിങ്ങൾ സന്മനസ് കാണിക്കണം. കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തുന്ന വിഷയങ്ങൾ 50 ലക്ഷം വരുന്ന സീറോ മലബാർ സമുദായത്തിന്റെ പ്രശ്നങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം സഭ ഉറച്ചു നിൽക്കും. ഈ മാസം 13-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ വിവിധ രൂപതകളിലൂടെ കടന്ന് പാലാ രൂപതയിലെത്തി. അരുത്തറ, രാമപുരം ഫെർണോകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യാടനം കുരിശുപള്ളിക്കവലിൽ സമാപിച്ചു. കനത്ത മഴയെ അവഗണിച്ച് റാലിയായ പ്രവർത്തകർ കവലയിലേക്ക് എത്തുകയായിരുന്നു. പാലാ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, ഫാദർ ഫിലിപ്പ് കവിയിൽ, മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, ഫാദർ ജോസ് കാക്കടിൽ, പ്രൊഫസർ ഡോക്ടർ ജോസൂട്ടി ഒഴുകിയിൽ, ജോസ് വട്ടുകുളം, ആൻസമ്മ സാബു, ജേക്കബ് മുണ്ടക്കൽ, ജോയി കണിപ്പറമ്പിൽ, രാജേഷ് പാറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പാമ്പാടി പഞ്ചായത്ത് 6-ാം വാർഡിലൂടെ കടന്നുപോകുന്ന പാമ്പാടി കൂരോപ്പട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നു. MLA അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകി മടുത്ത നാട്ടുകാർ പൈതൃക റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരുക്കത്തിലാണ്. പാമ്പാടി പഞ്ചായത്തിലെ 6-ാം വാർഡിലൂടെ കടന്നുപോകുന്ന പാമ്പാടി കൂരോപ്പട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്ത് റോഡാണിത്. വർഷങ്ങളായി ടാറിങ് ഇളകി കുണ്ടും കുഴിയുമായി കിടക്കുകയാണിവിടം. 11 വർഷം മുൻപ് PWD ടാർ ചെയ്ത ശേഷം പിന്നീട് ആരും തിരിഞ്ഞു നോക്കിയില്ല. സ്കൂൾ വാഹനങ്ങൾ അടക്കവും നിരവധി വാഹനങ്ങൾ ദിവസവും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കാൽനട യാത്രക്കാരും ഇതുവഴി കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടുന്നു. ഇരുചക്ര വാഹനത്തിൽ ഇതുവഴിയുള്ള സഞ്ചാരം സർക്കസാണെന്ന് പ്രദേശവാസി ഇന്ദിരാ മാത്യു പറഞ്ഞു. ഒരു 11 വർഷമായിട്ട് 2 വീലർ ഓടിക്കുന്നതാണ് ഈ റോഡിൽ കൂടെ. ഈ റോഡ് കുറേ നാളായിട്ട് ഇങ്ങനെയാണ്. എനിക്ക് മോൻ്റെ ഒരു കുട്ടിയുണ്ട്, വിമലാംബിക സ്കൂളിൽ പഠിക്കുന്നത്. അവളെ രാവിലെ സ്കൂളിൽ വിടണം, 3:30 എടുക്കണം. ഈ റോഡിൽ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ സർക്കസ് കളിച്ചാണ് ഈ റോഡിൽ കൂടെ ആ കുട്ടിയെയും കൊണ്ട് പോകുന്നത്. ഇപ്പം റെസിഡൻസുകാർ കുറേ മണ്ണ് കൊണ്ടുവന്നിട്ട് അടച്ചെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ ഈ മഴ പെയ്തത് അതൊരു ബുദ്ധിമുട്ടാണ്. മഴ പെയ്തത് കാരണം ഫുള്ള് ഇപ്പം ചള്ളയാണ്. നമ്മൾ 2 വീലർ പോകുമ്പോൾ ചള്ളയിൽ സ്ലിപ്പാവുകയാണ് വണ്ടി. അതൊരു ബുദ്ധിമുട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ MLA, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർക്ക് നിവേദനം നൽകി മടുത്ത നാട്ടുകാർ പൈതൃക റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേറിട്ടൊരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. വനിതാ സംവരണ വാർഡായ ഇവിടെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണിവർ. അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കുള്ള മുന്നറിയിപ്പാണ് തീരുമാനമെന്ന് പൈതൃക റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PK മോനിച്ചൻ പറഞ്ഞു. ഈ റോഡ് 10 വർഷം മുമ്പ് PWD വൺ ടൈം സെറ്റിൽമെന്റ് ചെയ്തതെന്നാണ് ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് ഈ റോഡിൻ്റെ ആരും ഒരു പണിയും ചെയ്തിട്ടില്ല. ഞങ്ങൾ വാർഡ് മെമ്പറെ തൊട്ട് MLAക്ക് വരെ ഞങ്ങൾ കണ്ട്
കാര്യങ്ങൾ നിവേദനം കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവരാരും ഞങ്ങൾക്ക് ഈ റോഡിന് ഒരു പ്രയോജനം തരുന്നില്ല. ഇത് പാമ്പാടി കൂരാപ്പുഴ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അനേകം വീട്ടുകാർ ഇവിടെയുള്ളതാണ്. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഉള്ള ആൾക്കാരുടെ കൂടുതൽ ഉപയോഗിക്കുന്ന വഴി ഇതാണ്. പക്ഷേ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടും ഞങ്ങൾക്ക് പ്രയോജനം കിട്ടിയില്ല. ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ ഒരു പ്രയോജനം കിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു 4 ലോഡ് സാധനം കൊണ്ട് ഇറക്കിയിട്ടാണ് ഈ കുഴികൾ അടച്ചത്. പല സഹോദരിമാരടക്കം പലരും ഈ കുഴിക്ക് അത് വീണ് പരിക്ക് പറ്റുകയുണ്ടായി. അതെല്ലാം അറിഞ്ഞിട്ടും ആർക്കൊരു ഇതിനൊരു നടപടി അവർ സ്വീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളിങ്ങനെ പ്രതിഷേധമായിട്ട് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഒരാളെ വാർഡിലേക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാർ പണം പിരിച്ചാണ് അടുത്തിടെ നാളിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സെക്രട്ടറി ബൈജു ജേക്കബ് പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാർ അവർ കയ്യിലെ കാശ് പിരിവിട്ടാണ് ഇത് തൽക്കാലം ഇതേ രീതിയിലും ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു ശരിയായ രീതിയല്ല. കാരണം മണ്ണും അതുപോലുള്ള സാധനങ്ങൾ വെട്ടി കുഴിയടയ്ക്കാന്ന് വെച്ചാലും അടുത്ത മഴയ്ക്ക് ഇതെല്ലാം മുഴുവൻ വീണ്ടും പഴയപടിയാകും. ഗുണത്തെക്കാളേറെ ദോഷം വരുന്ന രീതിയിൽ തന്നെ വരും. കാരണം ആൾക്കാർ സ്ലിപ്പാകുക, വണ്ടികൾ സ്ലിപ്പാകുക തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കാശെന്ന് പറയുന്നത് വേസ്റ്റായി പോവാണ് ഈ പരിപാടിയിലൂടെ. റോഡിൻ്റെ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണം. അത് നമ്മുടെ മെമ്പർ അത് വേണ്ടിയ രീതിയിൽ പഞ്ചായത്തിൽ പറയാതിരുന്നാൽ നമ്മൾ അതിന് വേറൊരാളെ നിർത്തുക എന്നുള്ളതേ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു പോംവഴിയുള്ളൂ. തുടർച്ചയായുള്ള അപകടത്തെ തുടർന്ന് 2 ആഴ്ച മുൻപ് 4 റോഡ് മണ്ണടിച്ചാണ് അസോസിയേഷൻ ഭാരവാഹികൾ കുഴികൾ നികത്തിയത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയം നഗരസഭയിൽ പെൻഷൻ വിതരണത്തിൽ വലിയ തട്ടിപ്പ് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. 2023-24 കാലഘട്ടങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് തട്ടിപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ വിതരണത്തിൽ വലിയ തട്ടിപ്പ് നടന്നതായി 2023-24 കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ട്. 2020 ഫെബ്രുവരി 2 മുതൽ 2023 ഒക്ടോബർ 16 വരെയുള്ള കാലയളവിൽ നഗരസഭയിലെ പെൻഷൻ വിതരണത്തിലാണ് തട്ടിപ്പ് നടന്നത്. ഈ കാലയളവിൽ പെൻഷൻ വിതരണ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ക്ലർക്ക് അഖിൽ സി വർഗീസ് 2,34,83,040 രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. പെൻഷൻ വിതരണത്തിന് കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സംവിധാനമില്ലാത്തതും കെയർസ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മൊഡ്യൂൾ സജ്ജമാക്കാതിരുന്നതും വീഴ്ചയായി. രജിസ്റ്ററുകളും ഫയലുകളും സൂക്ഷിക്കുകയോ വാർഷിക പരിശോധന നടത്തി സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ഈ പാളിച്ചകൾ മുതലെടുത്ത് അഖിൽ സി വർഗീസ് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടും കണ്ടെത്താൻ സാധിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അഖിലിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം. വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ ഹിന്ദു ഐക്യവേദി വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഭക്തജന മാർച്ച് നടത്തി. സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുക, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക, ദേവസ്വം ക്ഷേത്രഭരണം സർക്കാർ വിട്ടൊഴിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് S. അപ്പുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ മാർച്ചും ധർണയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പള്ളിക്കത്തോട് സന്ദർശനത്തിന് പിന്നാലെ വാഹനത്തിന് മുൻപിലേക്ക് ആളെടുത്തു ചാടിയ സംഭവം പോലീസിന്റെ വീഴ്ചയാണെന്ന് BJP മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി ആരോപിച്ചു. കലുങ്ക് സംവാദ പരിപാടിയിൽ 2 മണിക്കൂറിലധികം മന്ത്രി സമയം ചെലവഴിച്ചു. അപ്പോൾ പരാതി പറയാനെത്താതെ വാഹനം മുന്നോട്ട് പോയപ്പോൾ പരാതി കേൾക്കണമെന്നാവശ്യപ്പെട്ട് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കുന്നതായി N. ഹരി പറഞ്ഞു. പള്ളിക്കത്തോട്ടില് ബഹുമാനായ കേന്ദ്രമന്ത്രിക്ക് ഇന്ന് കനത്ത സുരക്ഷാ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഉയർന്ന പോലീസ് അധികാരികളോട് പോലും, അതും പള്ളിക്കത്തോട്ടിലെ ചില സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട വിധത്തിലുള്ള സംരക്ഷണം ആവശ്യമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സംശയം ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം എല്ലാ ആളുകളുടെയും പരാതി കേൾക്കുകയും ആവലാതി കേൾക്കുകയും അതിന് പരിഹാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വാർത്തകൾ വലുത് വരുന്നു. ഒരു കുട്ടിക്ക് വീട് വെക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ അവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്ന ഒരിടത്തും വാർത്തയില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഇദ്ദേഹത്തിന്റെ സ്റ്റേജിന്റെ അവിടുന്ന് ഏതാണ്ട് 200-250 മീറ്റർ വണ്ടി ഓടിച്ചെല്ലുന്ന സ്ഥലത്തേക്ക് ചില ക്യാമറാമാൻമാർ നിൽക്കുകയാണ്. ഇതെവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? ഓടി വരികയാണ് ക്യാമറാമാൻമാര്. ഞങ്ങൾ ആലോചിക്കണം, വേദിയിൽ നിന്ന് ഇറങ്ങി എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഓടി വണ്ടിയുടെ മുമ്പിൽ ചാടുകയാണ്. ഇനി ഒന്നുമല്ലെങ്കിൽ പോലും ഇനി അത് ആരും ആയിക്കൊള്ളട്ടെ,
അയാളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ സുരേഷ് ഗോപിയെയോ അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ എന്ത് സംഭവിപ്പിച്ചേനെയും? ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. കനത്ത സുരക്ഷാ വീഴ്ചയാണ്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മെഗാ തൊഴിൽമേള നടത്തുന്നു. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ പൊൻകുന്നം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോംപ്ലക്സിലാണ് തൊഴിൽമേള. മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 40-ൽ പരം കമ്പനികൾ തൊഴിൽദാതാക്കളായി എത്തും. SLC മുതൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ മിഷൻ, യൂത്ത് കമ്മീഷൻ എന്നിവർ ചേർന്നാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ പുതുമയാർന്ന നിരവധി നൂതന പദ്ധതികൾക്കൊപ്പം ഈ സാമ്പത്തിക വർഷം ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ വിജ്ഞാന കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി ഒരു മെഗാ തൊഴിൽമേള നടത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. 2025 ഒക്ടോബർ മാസം 25-ാം തീയതി പൊൻകുന്നം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോംപ്ലക്സ് വെച്ചാണ് ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. തൊഴിൽമേളയിൽ 40-ൽ പരം കമ്പനികൾ, തിരഞ്ഞെടുക്കപ്പെട്ട 40-ൽ പരം കമ്പനികളാണ് തൊഴിൽദാതാക്കളായി എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായി കമ്പനികളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വ്യാജ കമ്പനികളും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്ന കമ്പനികളെയും ഒഴിവാക്കി മെറിറ്റ് നോക്കിയുള്ള കമ്പനികളെയാണ് തെരഞ്ഞെടുക്കുന്നത്. എരുമേലിയുടെ സമഗ്ര വികസനം ചർച്ചയാക്കി എരുമേലിയിൽ വികസന സദസ്സ് നടന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. എരുമേലി ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്ത് ഏറ്റവും അധികം വികസന കുതിപ്പ് നടന്നത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല അന്താരാഷ്ട്ര എയർപോർട്ട് 15 കോടി രൂപ മുടക്കി തീർത്ഥാടക സഹായ കേന്ദ്രം തുടങ്ങി സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് എരുമേലിയിൽ വരുന്നതെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അറിയിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം അത് കേരളമാണ്. മുഴുവൻ പൊതുജനങ്ങൾക്കും ഏറ്റവും മികച്ച സൗജന്യ ചികിത്സ കൊടുക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. എന്നുള്ളതിന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പറയുന്നു, 4-5 വർഷങ്ങൾക്ക് അപ്പുറം എരുമേലിയിൽ ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് യാഥാർത്ഥ്യമായിരിക്കും. ഒരാൾക്കും ഒരു സംശയവും അതിന് വേണ്ട. എരുമേലി അസംഷൻ ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബി സണ്ണി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ റിസോഴ്സ് പേഴ്സൺ PM ഷമീമും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി B മഞ്ജുവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നാളെ സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നാളെ നടക്കും. വൈകുന്നേരം 4-ന് ബിഷപ്പ് വയലിൽ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ, പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ് എന്നിവർ പ്രസംഗിക്കും. കോളേജിന്റെ രക്ഷാധികാരിയായ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, MPമാരായ ജോസ് കെ മണി, ഫ്രാൻസിസ് ജോർജ്, മാൻസി കാപ്പൻ MLA, മുഖ്യ വികാരി ജനറലും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ, വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ, ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ എന്നിവർ സന്നിഹിതരായിരിക്കും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് പാലായിൽ നടത്തിയിരിക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ് പറഞ്ഞു. ഇവിടെ ഹെലിപാഡിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ട്രയലൊക്കെ ഇന്ന് രാവിലെ നടത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഗ്രൗണ്ടുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മെയിൻ ഗ്രൗണ്ടിൽ തന്നെ 3 ഹെലികോപ്റ്ററുകളും ഇറങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് നേരെ നമ്മുടെ A ബ്ലോക്കിൽ നമ്മൾ സേഫ് ഹൗസ് ഒരുക്കിയിട്ടുണ്ട്. മെയിൻ പാർലർ അവിടെ വന്ന് 10 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നേരെ വെന്യൂവിലേക്കാണ് പോകുന്നത്, ബിഷപ്പ് വയലിൽ ഹാൾ. അതും നമുക്ക് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. കാരണം ഈ കോളേജിൻ്റെ അമരക്കാരൻ, തുടക്കത്തിലെ ആ കോളേജിന് ജന്മം കൊടുത്ത വ്യക്തിയുടെ പേരിൽ തന്നെയുള്ള ഹാളിലാണ് ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ നടക്കുന്നത്. ഹാളിൽ എത്തി ഇപ്പോഴത്തെ നമ്മുടെ അറിവ് പ്രകാരം 4:15 മുതൽ 5:05 വരെ
ആയിരിക്കും. അത് ചെറിയ വ്യത്യാസങ്ങൾ പ്രോഗ്രാമിൽ ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും 50 മിനിറ്റാണ് പ്രോഗ്രാം. പ്രോഗ്രാമിൽ സംസാരിക്കുന്ന വ്യക്തികൾ രാഷ്ട്രപതി ഏറ്റവും അവസാനമാണ് സംസാരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് അതിനെ ഗവർണർ സംസാരിക്കും. അതിനു മുൻപ് ശ്രീ ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി, നമ്മുടെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്, ഹിന്ദി PG ഇവിടെ ചെയ്ത വ്യക്തിയാണ്. സെന്റ് തോമസ് കോളേജിന്റെ 75 വർഷങ്ങളുടെ മഹത്തായ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഭവമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനം മാറും. ഇന്റർമീഡിയറ്റിൽ 300-ലധികം വിദ്യാർത്ഥികളും 14 അധ്യാപകരും ഏതാനും അനധ്യാപകരുമായി തുടങ്ങിയ സെന്റ് തോമസ് കോളേജ് ഇന്ന് 15 UG, 16 PG പ്രോഗ്രാമുകളും 11 ഗവേഷണ വിഭാഗങ്ങളുമുള്ള 2000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രശസ്ത കലാലയമായി മാറിയിരിക്കുന്നു. NAAC A++ അംഗീകാരവും ഓട്ടോണമസ് പദവിയും കോളേജിന്റെ വളർച്ചയുടെ വ്യക്തമായ സൂചകങ്ങളാണ്. കോളേജിന്റെ രജത ജൂബിലി ആഘോഷം 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരുന്നു. വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പലപ്പറമ്പിൽ, മീഡിയ കോർഡിനേറ്റർ പ്രൊഫസർ സിജു ജോസഫ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. രുചിപ്രേമികൾക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് പാലാ ഫുഡ് ഫെസ്റ്റ് 2025 ഡിസംബർ 5-ന് പാലായിൽ തുടക്കമാകും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗാണ് പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത്. കേരളീയ, ഇന്ത്യൻ, ചൈനീസ്, അറബിക്, കോണ്ടിനെന്റൽ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ 50-ൽ പരം സ്റ്റാളുകളിലായി രുചിയുടെ മഹാസംഗമത്തിൽ ഉണ്ടാകുമെന്ന് ഏകോപന സമിതി പ്രസിഡന്റ് പക്കച്ചൻ മറ്റത്തിൽ സെക്രട്ടറി VC ജോസഫ്, യൂത്ത് വിംഗ് ഭാരവാഹികളായ ജോൺ ദർശന, എബിസൺ ജോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. പവന് 2480 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ 94,000-ൽ താഴെ എത്തി വില. ഒരു പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഇപ്പോൾ 93,280 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ചാൽ തെരഞ്ഞെടുപ്പിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം. പാമ്പാടി പഞ്ചായത്ത് 6-ാം വാർഡിലെ റോഡ് തകർന്നു. നിവേദനം നൽകി സഹികെട്ട് നാട്ടുകാർ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ച പൈതൃക റെസിഡൻസ് അസോസിയേഷൻ. കോട്ടയം നഗരസഭയിൽ പെൻഷൻ വിതരണത്തിൽ വലിയ തട്ടിപ്പ് നടന്നെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. അഖിൽ C വർഗീസ് തട്ടിച്ചത് 2.25 കോടിയോളം രൂപ. ദേവസ്വം ക്ഷേത്രങ്ങളിലെ അഴിമതിക്കെതിരെ ഹിന്ദു ഐക്യവേദി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണം. വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.